ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ചില്ലി പ്രോൺസിൻ്റെ ടേസ്റ്റിലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് തലയോടുകൂടി തന്നെ ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ, അല്പം കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് മുരിയിച്ചെടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയെല്ലാം കൂടെ ഉള്ള പ്രോൺസാണ് സെക്കൻഡ് ബാച്ച് ഉണ്ടാവുക. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ്റെ കൂടെ തന്നെ ഈ സവാളയും അതുപോലെ തന്നെ ചേർത്തിട്ടുള്ള വെളുത്തുള്ളി എല്ലാം വെന്ത് കിട്ടണം. ആ പരുവത്തിൽ അത് കുക്ക് ചെയ്തെടുക്കാം. ഇനി അത് ഫ്രൈ ആവുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം കെച്ചപ്പും വളരെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. സോയാ സോസ് ഒട്ടും കൂടി പോകരുത്. സോയാ സോസിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്ന രീതിയിൽ സോയാ സോസ് ചേർക്കരുത്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെയും ഫ്ലേവർ വരുന്ന രീതിയിൽ ചേർക്കണ്ട. പക്ഷേ വളരെ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്